ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി ഫായിസിന ബിറല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു എൻ്റെ പ്രിയം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പ്രൗഢഗംഭീരമാക്കപ്പെട്ട വേദിയിൽ അറിവിന്റെ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ടു വാക്ക് സംസാരിക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ആമുഖങ്ങളും നൂലാമാലകളൊന്നുമില്ലാതെ നേരിട്ട് തന്നെ വിഷയത്തിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യമായി തന്നെ നിങ്ങളിലേക്കൊരു ഉദാഹരണം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. വഴിയിൽ വെച്ച് പണ്ഡിതന്റെ കൈ പിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ അറിവില്ലാത്ത ആൾ ആരും പരിഗണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ ഒരു പദവിയിലേക്ക് ഈ പണ്ഡിതനെ എത്തിച്ചത് അറിവെന്ന മാണിക്യം അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അറിവുള്ളവരും അറിവില്ലാത്തവന്മാരും സമന്മാരാണോ എന്ന ഖുർആൻ തൊടുത്തുവിടുന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഭൗമോപരിതല സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അറിവ് കൊണ്ടും വിവേകം കൊണ്ടുമാണ്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് ഒരു ചിറക് മുളച്ചു, രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറക് മുളച്ചു എന്ന പ്രമുഖ നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ ഏറെ പ്രശസ്തമാണ്. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. മലയാള ഭാഷയിലെ പ്രമുഖ കവി ഉള്ളൂർ എഴുതിയ വരികളാണിത്. ലോകത്തുള്ള എല്ലാ മതങ്ങളും അറിവിന് പ്രാധാന്യം നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാം മതം. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഖ്റ, ഓ നബിയെ, അങ്ങയെ സൃഷ്ടിച്ച അങ്ങയുടെ നാഥന്റെ നാമത്തിൽ അങ്ങ് വായിക്കുക എന്നാണ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന രണ്ട് സഹോദരന്മാരിൽ ഒരാൾ അവിടുത്തെ സവദത്തിൽ വന്ന് പരാതിപ്പെടുകയാണ്. ഓ നബിയെ, എനിക്കൊരു സഹോദരനുണ്ട്, അവൻ മുഴുവൻ സമയം അറിവിനെ തേടുകയാണ്, കുടുംബത്തിന്റെ ചിലവ് ഞാനാണ് വഹിക്കുന്നത് എന്ന് പരാതിപ്പെട്ടപ്പോൾ അവൻ പഠിക്കുന്ന അറിവിനെ കൊണ്ടാണ് നിങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് അറിവിന്റെ മഹത്വം അവിടുന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അറിവ് അത് സത്യവിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ്. അതെവിടെ കണ്ടാലും പെറുക്കിയെടുക്കണമെന്നും അറിവിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചവന് വേണ്ടി മാളത്തിലെ ഉറുമ്പുകൾ മുതൽ ജലത്തിൽ വസിക്കുന്ന കൊച്ചു കൊച്ചു മത്സ്യങ്ങൾ വരെ പ്രാർത്ഥിക്കുമെന്നും അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജ്ഞാനികൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ കാലികളെ പോലെയാകുമായിരുന്നു എന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാവുന്നതാണ്. രാജനോ നികുതി വാങ്ങുകയില്ല, കള്ളനോ കക്കുകയുമില്ല, സഹോദരനോ ഓഹരിയും കൊടുക്കേണ്ടതുമില്ല, ഭാരമോ ലവലേശവുമില്ല. കൊടുക്കും തോറും ഏറിടുന്ന വിദ്യ എന്ന മഹാധനം തന്നെയാണ് സർവധനാൽ പ്രധാനം. അറിവിന്റെ മഹത്വം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് ഉണർത്തി അറിവ് പഠിക്കാനും പഠിച്ചത് പ്രാവർത്തികമാക്കാനും നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്തുകൊണ്ട് ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.